ഖത്തർ ജയിലിൽ തടവിൽ കഴിയുന്ന 600ഓളം വരുന്ന ഇന്ത്യക്കാരുടെ മോചനം ലക്ഷ്യമിട്ട് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ കാരുണ്യ സെൽഫി സംഘടിപ്പിച്ചു. MK രാഘവൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഈ അമ്മമാരുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ കണ്ണീർക്കണമാണ് കാണാനാകുക. ഖത്തർ ജയിലിൽ കഴിയുന്ന മക്കൾ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന കാത്തിരിപ്പ്. അമ്മമാരും സഹോദരിമാരും കിഡ്സൺ കോർണറിൽ ഒരുക്കിയ പോയിന്റിൽ നിന്നും ഓരോരുത്തരായി കാരുണ്യ സെൽഫി എടുത്തു. അതിനുശേഷം ഖത്തർ ഭരണാധികാരി ഷെയ്ഖ് തമീം ബിൻ ഹമദ് ഹൽത്താനിയുടെ എക്സ് സമൂഹ മാധ്യമം വഴി അദ്ദേഹത്തോട് നേരിട്ട് അപേക്ഷിച്ചു. കാരുണ്യ സെൽഫി MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ഒരു ജനപ്രതിനിധിക്ക് ചെയ്യാൻ കഴിയാവുന്ന മനുഷ്യസാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും. സമരപ്പന്തലിൽ ആദ്യമെത്തിയത് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ്. പിന്നാലെ TP ദാസൻ, റഫീ P ദേവസി, K അജിതയും കടന്നു വന്നു. കേന്ദ്ര സർക്കാർ ഖത്തർ അധികൃതരിൽ സമ്മർദ്ദം ചെലുത്തി ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്ന് TP ദാസൻ അഭ്യർത്ഥിച്ചു. സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലൂടെ പോരാട്ടം തുടരുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉചിതമെന്ന് K അജിത അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് RK സജിത്ത് നേതൃത്വം നൽകി. ഇത് MK രാഘവൻ, നമ്മുടെ പ്രിയങ്കരനായ MP, അദ്ദേഹം നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമുക്ക് തന്നിട്ടുള്ള വാക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഖത്തർ രാജാവിന് നേരിട്ട് ഒരു എഴുത്ത് എഴുതാമെന്നും കൂടാതെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ അംബാസഡറുമായി സംസാരിച്ച് ഈ കാര്യത്തിൽ വേണ്ടുന്ന നടപടികൾ എത്രയും പെട്ടെന്ന്, അത് നാളെ തന്നെ പറ്റിയാൽ നാളെ തന്നെ അദ്ദേഹം ചെയ്യാമെന്നുമാണ് നമുക്ക് തന്നിട്ടുള്ള വാക്കെന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്ന പ്രതീക്ഷ ആ കാര്യത്തിലുണ്ട്. കാര്യം MP അങ്ങനെ പുറം വാക്ക് പറയുന്ന ഒരാളുമല്ല. അപ്പോൾ ഈ എന്തെങ്കിലും ഇതുപോലെയുള്ള ഒരു ഡെലിഗേഷൻ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഖത്തർ സർക്കാരിലേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിലൊരു വലിയ മാറ്റം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. സംഘാടകരായ ഇറീന സജിത്ത്, PP സെമീമ, KVP ഷാജഹാൻ, UK അസീബ് തുടങ്ങിയവർ സംബന്ധിച്ചു. അജീഷ തോളി, ജീവൻ ന്യൂസ്, കോഴിക്കോട്.